നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് അഗെയിൻ ഇന്ന് നല്ലൊരു ദിവസമാണ്. എല്ലാവർക്കും ഈദ് മുബാറക്, എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. നല്ല വൈബ്, നല്ല എനർജി ഉള്ള ദിവസങ്ങളാണ്. നമുക്ക് നല്ല ബ്ലെസ്സിങ്സ് കിട്ടുന്ന സമയമാണ്. സോ നമുക്ക് യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇത് ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ പറയും, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏഞ്ചൽസ് നിങ്ങളോട് എന്താ പറയുന്നത് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങളുടെ ഈശ്വരൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളോട് എന്താ പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, അതെന്തു ആവാം. നമുക്ക് അവരുടെ ഫീലിങ്സ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടാം. നമുക്ക് എന്ത് തന്നെയായാലും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പർ ചൂസ് ചെയ്യാം. 111 ഉണ്ട് ഇവിടെ, 111, 222, 444, 555. ഓക്കെ, ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിവേ ഞാൻ പറയാം. 111 എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂ ബിഗിനിങ് എന്ന രീതിയിലാണ് പറയുക. പുതിയ തുടക്കങ്ങൾ, മാറ്റങ്ങൾ, നല്ലത് വരുന്നു, ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുക, ആഗ്രഹം നടക്കുന്നു എന്നൊക്കെ പറയും. ഓക്കെ, 111 നമ്പർ അങ്ങനെയാണ് നമ്മൾ പറയാറ്. 2 എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാലൻസിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സൈഡിൻ്റെ ബാലൻസ് എന്നും പറയും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് എന്ന് പറയും, നിങ്ങൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, കോംപ്രമൈസ്, ഒരു ഒത്തുപോവുക എന്ന രീതിക്കൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് 444 നമ്മളെ ഏഞ്ചൽ നമ്പർ ആക്ച്വലി എപ്പോഴും പ്രൊട്ടക്ഷനെ കുറിച്ചാണ് പറയാറ്. ഏഞ്ചൽ നമ്പർ പ്രൊട്ടക്ഷൻ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന രീതിക്ക് പറയും. യൂണിവേഴ്സ് ബ്ലസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്, എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന രീതിക്കാണ് നമ്മൾ പറയുക. 4 ആക്ച്വലി ഒരു സ്റ്റെബിലിറ്റിയുടെ നമ്പർ കൂടിയാണ്. മാരേജ് മാരേജ് ആയിട്ട് ഇപ്പം ഞാൻ പറയുന്നത് അങ്ങനെ എടുക്കണ്ട, അങ്ങനെയല്ല. ബട്ട് ഒരു സ്റ്റെബിലിറ്റി, അതായത് നിങ്ങളുടെ ലൈഫിൽ ആ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റേബിളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിക്കും പറയാം. ഓക്കെ, ഇത് 222 ആക്ച്വലി യൂണിയൻ്റെ കൂടി നമ്മൾ പറയാറുണ്ട്, യൂണിയൻ എന്ന രീതിക്ക് പറയാറുണ്ട്. ഇതും നമ്മൾ സ്റ്റെബിലിറ്റി എന്ന രീതിക്ക് പറയാം. ആൻഡ് 555 ചേഞ്ചിൻ്റെ നമ്പറാണ്, എപ്പോഴും ഒരു മാറ്റങ്ങളുടെ നമ്പറാണ്. അതായത് മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മാറണം, നിങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, റിലേഷനിൽ ഒരു മാറ്റം വരുത്തും എന്നൊക്കെ രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ തന്നാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കണക്ട് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. ഓക്കെ, അല്ലെങ്കിൽ നമ്പേഴ്സ് ഏതാ ഇഷ്ടം വെച്ചാൽ അത് ചൂസ് ചെയ്തോളൂ. പൈൽ 1, 2, 3, 4 ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, പൈൽ 1, അപ്പോൾ നമുക്ക് 111 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് കാണില്ല, ഞാൻ മേലെ നമ്പേഴ്സ് എഴുതാം. ഓക്കെ, അതേ രക്ഷയുള്ളൂ. ഓക്കെ, പൈൽ അല്ലെങ്കിൽ ഇവിടെ വയ്ക്കേണ്ടി വരും മേ ബി, പക്ഷെ ഇവിടെ എഴുതിയത് വരും. ഓക്കെ, സ്ഥലം. ഓക്കെ, പൈൽ 1കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നോക്കാം. ഞാൻ ഓവർ എക്സൈറ്റഡ് ആയിട്ടാണോ, കാർഡ്സ് എക്സൈറ്റഡ് ആയിട്ടാണോ, നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടാണോ അറിയില്ല. നിങ്ങളുടെ പേഴ്സൺ എക്സൈറ്റഡ് ആയിട്ടാണോ എന്തോ, എന്തൊക്കെയോ പറയാനുണ്ട് തോന്നുന്നു യൂണിവേഴ്സ് നിങ്ങളോട്. ഓക്കെ, ലെറ്റ്സ് സീ യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത്, ഹൈ പ്രീസ്റ്റസ്, ഓക്കെ, ഹെർഫൻഡ്, ഓക്കെ, ആക്ച്വലി ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്താണ് ഇതെന്താണെന്ന്. ഓക്കെ, കിങ് ഓഫ് സോർഡ്സ് ആണ് ക്ലാരിഫിക്കേഷൻ വന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, ഡെഫിനറ്റ്ലി. ഓക്കെ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവർ മാരീഡ് ആണ് എനിക്ക് കാണുന്നത്, മാരേജ് സിറ്റുവേഷൻ ആണ് എനിക്ക് കാണുന്നത്. ഞാൻ കുറച്ച് കാർഡ്സ് കൂടെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺസ് ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണെന്ന് പറയാം. പെട്ട് നിൽക്കുകയാണെന്ന് തന്നെ എനിക്ക് തോന്നുള്ളൂ, കാരണം ഇവിടെ ഡെവിൾ കാർഡ് ഉണ്ട്, ആൻഡ് മജീഷ്യൻ ഉണ്ട്, ആൻഡ് തേർഡ് പാർട്ടി, ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്.
ഓക്കെ, നിങ്ങൾ തമ്മിൽ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആരെങ്കിലും വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്. ഓക്കെ, ഇവിടെ അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് വളരെ ക്ലിയർ ആയിട്ട്. അപ്പോൾ അവരതിൽ സ്റ്റക്കാണ് ആ സിറ്റുവേഷനിൽ. കാരണം അവർ ഡെവിൽ കാർഡ് ഉണ്ട്, ഡെവിൽ എനർജിയാണ്, മജീഷ്യൻ ഉണ്ട് ഇവിടെ. സോ നിങ്ങളുടെ തേർഡ് പാർട്ടി ഒന്നുമില്ലെങ്കിൽ അവരെന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്ത് കൺട്രോളിങ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ. കാരണം സ്ട്രെങ്ത് ഉണ്ട്, കൺട്രോളിംഗ് എന്ന് പറയും നമ്മൾ. ഓക്കെ, ഹൈ പ്രീസ്റ്റസിന്റെ അപ്പുറപ്പുറം തേർഡ് പാർട്ടിയുടെ കാർഡാണ്, നടുവിൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ആൻഡ് മജീഷ്യൻ ഉണ്ട്, ഡെവിൽ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് വെരി, ശരിക്കും ഒരു നെഗറ്റീവ് റീഡിംഗ് ആണ് ഇവിടെ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കാർഡ്സ് വേഗം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ കാര്യങ്ങൾ. മേ ബി നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല. സോ ഐ തിങ്ക് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയിൽ പെട്ടിരിക്കുകയാണ്. അവർ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണിനെ. അവർ ഓൾറെഡി മാരീഡും ആയിരിക്കാം, അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ കുറ്റപ്പെടുത്താൻ നിവർത്തിയില്ല. ബട്ട് സ്റ്റിൽ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തരത്തിലാണ്. അത് ബ്ലാക്ക് മാജിക് കൊണ്ടാവാം, ബ്ലാക്ക് മാജിക് ചെയ്ത് അങ്ങോട്ട് അവരുടെ അടുത്ത് നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും, എന്ത് തരത്തിലായാലും ഓക്കെ, അവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടാണ് കാണുന്നത്. ചിലവർ അട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിലവർ അട്രാക്ഷൻ എന്ന രീതിയിലാണ് പെട്ടിരിക്കുന്നത്. പക്ഷെ അതൊരു ബേർഡൻ ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിലുണ്ട്. ഓക്കെ, പേഴ്സൻ്റെ മൈൻഡിൽ അതൊരു വളരെയധികം ബേർഡൻ ആയിട്ടാണ് കിടക്കുന്നത്. അവരതൊരു 5 of Pentacles ഉണ്ട്. സോ നിങ്ങളെ ഉപേക്ഷിച്ച് മാറിപ്പോയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അത് വേറെ കാരണം ഇവിടെ അവരുടെ ലൈഫിലുള്ള വേറൊരു സിറ്റുവേഷനാണ്. അതിലവർ സ്റ്റക്കാണ്. അവർ സ്റ്റക്ക് എന്നിവിടെ കാർഡ് വന്നിട്ടില്ല, ബട്ട് അവരെ പെടുത്തി വെച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. സ്റ്റക്കാണ് എന്നല്ല, അവരെ പെടുത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അത് ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ കാരണം കൊണ്ടാണ്. തേർഡ് പാർട്ടി അവരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് തന്നെയെന്ന് എനിക്ക് പറയാൻ നിവർത്തിയുള്ളൂ. കാരണം അത്രയും നെഗറ്റീവ് കാർഡ്സ് 2-3 വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ആൻഡ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, അട്രാക്ഷൻ എന്ന രീതിയിലും. പക്ഷെ എവിടെയോ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഒരു ബേർഡൻ ഉണ്ട്. അവർക്കത് എന്താ പറയുക, സന്തോഷമായിട്ടല്ല അവർ മൈൻഡിനുള്ള എവിടെയോ അവർക്കൊരു റിയലൈസേഷൻ ഉണ്ട്, ഒരു ബേർഡൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടിയാണ്. ഇപ്പം അവർ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഐ തിങ്ക് നിങ്ങൾ അറിയാനുള്ളത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ലവേഴ്സ് എനർജി നിങ്ങളെയാണോ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. യെസ്, അവര് ശരിക്കും പറഞ്ഞാൽ ആ തേർഡ് പാർട്ടിയിൽ പെട്ടിട്ട് ഒരുപാട് അവര് വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ഓൾറെഡി ഇവിടെ ബേർഡിന്റെ കാര്യം കണ്ടിരുന്നു. അവർക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ തേർഡ് പാർട്ടിയുമായിട്ട് അവർ നല്ലൊരു ബന്ധത്തിലൊന്നും അല്ല. ഓക്കെ, അവിടെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മൈൻഡിനെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, എവിടെയൊക്കെയോ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ റിയലൈസേഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഒരു നല്ല സിറ്റുവേഷനിലല്ല എന്നുള്ള റിയലൈസേഷൻ അവർക്കുണ്ട്. അതിൻ്റെ ഒരു ബേർഡൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് വളരെ നല്ല സിറ്റുവേഷൻ ഒന്നുമല്ല. രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു എന്നെനിക്ക് പറയാൻ നിർത്തിയില്ല. പക്ഷെ രണ്ടാളും ആക്ച്വലി അങ്ങനെ ഒത്തുപോകുന്ന ഒരു സ്വഭാവം അതൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല അവിടെ സിറ്റുവേഷൻ. അവർക്ക് ഹാർട്ട് ബ്രേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഹാർട്ട് ബ്രേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ മൈൻഡിലുണ്ട്. നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ട് തിരിച്ച് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഞാൻ സിറ്റുവേഷൻ മാത്രമാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഫ്യൂച്ചറിലേക്ക് ഞാനിപ്പോൾ നോക്കുന്നില്ല. പക്ഷേ അത്ര കോംപ്ലിക്കേറ്റഡ് കാണുന്നതുകൊണ്ട് മേ ബി ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും മാറ്റം നമുക്ക് കാണുമോ എന്ന് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനെ ഒന്ന് ക്ലിയർ ആക്കി തന്നായിരിക്കും യൂണിവേഴ്സ്. അവരവിടെ സന്തോഷത്തോടെ അല്ല നിൽക്കുന്നത്, അത് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ ഒന്നുമില്ലെങ്കിൽ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ പേഴ്സണിനെ അവിടെ അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളാണ് അവരുടെ മൈൻഡിൽ ശരിക്കും പറഞ്ഞാൽ എവിടെയോ അവർ ആലോചിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്കൊരു സന്തോഷം ഉള്ളത് എന്ന് വേണം പറയാൻ. കാരണം ബാക്കി എല്ലാം നോക്കിക്കോളൂ, എല്ലാം ഒരു നെഗറ്റീവ് വൈബുള്ള കാർഡ്സാണ്.
അവർക്ക് സ്ട്രെസ്സാണ് കാണുന്നത് അവർ തേർഡ് പാർട്ടിയുടെ കൂടെ. ഓക്കെ, ഒരിക്കലും അത് നല്ലൊരു സിറ്റുവേഷൻ അല്ല. അത് ക്വീൻ ഓഫ് സോർട്സ്, കിങ് ഓഫ് സോർട്സ് നമുക്കറിയാം. സോർട്സ് എനർജി പറഞ്ഞാൽ എന്താണ്? ഒരു പരസ്പരം ഒരു ഒത്തൊരുമയില്ല, ഐ മീൻ എന്തെങ്കിലും പറഞ്ഞ് കലഹിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് കാണാറ്. സോ തീർച്ചയായിട്ടും അവിടെ അവർ ഹാപ്പി എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ലവേഴ്സ് ആൻഡ് സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് അവർക്കൊരു സന്തോഷം എന്ന രീതിയിൽ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കാർഡ് എന്തെങ്കിലും. ഓക്കെ, അവർക്കൊരു പ്രതീക്ഷയുണ്ട് എവിടെയോ. ഓക്കെ, അവർക്കൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു പ്രതീക്ഷ. വരാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാവും. അവർ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ അവർക്കും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. നമ്മൾ ഫ്യൂച്ചർ ഇപ്പം അങ്ങനെ നോക്കണ്ട സിറ്റുവേഷൻ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ്. അവരത് ശരിയാക്കാനുണ്ട്. നമുക്കിതിൽ നിന്ന് ഓടി ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും മെസ്സേജസ് ആയിട്ട് കിട്ടുമോ? ഞാനിത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഐ മീൻ ഓക്കെ, സെപ്പറേഷൻ, മിസ്സിങ് യു, സാഡ്നെസ്, ദ സ്നേക്ക്. ഓ മൈ ഗോഡ്, യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ഉണ്ടല്ലോ. ക്യാമറ. ഓക്കെ, ഗുഡ്. സോൾമേറ്റ്സ്, നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണിത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എവിടെ പോയി പെട്ടിട്ടുണ്ടെങ്കിലും ശരി, ഓക്കെ, എന്ത് സിറ്റുവേഷനിലാണെങ്കിലും ശരി, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്, സോൾ കണക്ഷൻ ആണ്, പാർട്ട്ണർഷിപ്പാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ളത് വളരെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ കാര്യമാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ സെപ്പറേഷനിലാണ്. അവർ സാഡാണ്, മിസ് ചെയ്യുന്നു നിങ്ങളെ, തിങ്കിങ് അബൌട്ട് യു എന്നാണ് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ആ ഹാർട്ട് ബ്രേക്ക് നല്ലോണം കാണുന്നുണ്ട്. നിങ്ങളെ വിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ അല്ല, തേർഡ് പാർട്ടി അവരെ അങ്ങനെ പെടുത്തിയിരിക്കുക തന്നെയാണ്. സ്നേക്ക് ഉണ്ട്, കോമ്പറ്റീഷൻ, എനിമി, ക്ലെവർ, മലീഷ്യസ്. നിങ്ങൾ സൂക്ഷിക്കണം. അതർ വുമൺ കണ്ടോ, നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, അതർ വുമൺ, അതർ മാൻ രണ്ടും ആവാം. നിങ്ങളുടെ പേഴ്സണിനെ പെടുത്തി വെച്ചിരിക്കുക തന്നെയാണ്. ചിലപ്പോൾ ബ്ലാക്ക് മാജിക് എനിക്ക് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നത്. സ്നേക്ക് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഡ്രീംസിൽ നിങ്ങൾക്ക് സ്നേക്ക്, ഡ്രീംസിൽ എന്നല്ല ശരിക്കും സ്നേക്ക് ഒക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ബ്ലാക്ക് മാജിക്കിൻ്റെ ഒക്കെ. സോ തീർച്ചയായിട്ടും ഇവിടെ അതിൻ്റെ എനർജി തന്നെയാണ് നിങ്ങളുടെ ഈ പൈലിന്. ഐ തിങ്ക് നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ പേഴ്സണെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ക്യാമറ എന്നുണ്ട്. ഒന്ന്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നു എന്നും പറയാം. അത് മാത്രമല്ല എനിക്ക് ഇവിടെ ഫീൽ വന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും എന്നാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, മാസ്ക്, നോട്ട് ഷോയിങ് ട്രൂ ഫീലിങ്സ്, ഹൈഡിങ്, പ്രിറ്റൻഡ്, ഡെല്യൂഡ്, ഗസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് മാറി പോയിട്ടുണ്ട്. പക്ഷെ അവർ നിങ്ങളോട് സത്യം പറഞ്ഞിട്ടില്ല. എന്താ സിറ്റുവേഷൻ എന്ന് നിങ്ങളോട് ക്ലിയർ ആയിട്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പം ഇന്ന് ഇത്രയും നമുക്ക് മെസ്സേജസ് കിട്ടിയത്. നിങ്ങളോട് ക്ലിയർ ആയിട്ട് അവർക്ക് തന്നെ അറിയണ്ടാവില്ലേ ചിലപ്പോൾ. അങ്ങനെയുണ്ട്. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണിന്. പക്ഷെ അവരിപ്പോൾ തേർഡ് പാർട്ടിയിൽ ശരിക്കും അവർ തേർഡ് പാർട്ടി അവരെ പെടുത്തി വെച്ചിരിക്കുക തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. സെപ്പറേഷനിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഹെൽത്തി ചോയ്സസ്, മേക്കിംഗ് ഹെൽത്തി ചോയ്സസ് ഇൻ ലവ് ആൻഡ് ഇൻ ലൈഫ്, സെൽഫ് ലവ്, സെൽഫ് കെയർ, ബീങ് ഹാപ്പിയർ. ഇത് നിങ്ങളുടെ ഭാഗത്തും പറയാം, നിങ്ങളുടെ പേഴ്സണിനും പറയാം. ഓക്കെ, അവർ ഇനി ഹെൽത്തി ചോയ്സസ് എടുക്കും. ഓക്കെ, അവരൊരു മാറ്റം. നമ്മൾ ലാസ്റ്റ് കണ്ടത് സ്റ്റാറും അങ്ങനെ ഇതുമായിരുന്നു അല്ലേ, എന്തായിരുന്നു, പേജ് ഓഫ് കപ്സും ആയിരുന്നു. അവർ മാറും. അവർ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാൻ അവർ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, അവർ ശരിക്കും ഹെൽത്തി ചോയ്സ് എടുക്കുക എന്ന് പറയും. അതായത് അവർക്ക് അറിഞ്ഞ്, അതായത് തേർഡ് പാർട്ടിയുടെ കൂടെ ശരിയല്ല എന്ന് മനസ്സിലാക്കി അവരതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കും. നിങ്ങളുടെ അടുത്ത് വരാൻ ശ്രമിക്കും എന്നും പറയാം. നിങ്ങൾ പക്ഷേ ആ സമയത്ത് നിങ്ങൾ സെൽഫ് ലവ്, സെൽഫ് കെയർ ചെയ്തിരിക്കുക. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സെപ്പറേഷൻ വളരെ നല്ലതാണ്. യൂണിവേഴ്സിനോട് നന്ദി പറയാം. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടി അതിൻ്റെ നെഗറ്റിവിറ്റി അടിക്കും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ കേട് വരുത്തും അത്. അപ്പം ഇങ്ങനെ ആ സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. അത് വിട്ടേക്കുക തൽക്കാലം. ഓക്കെ, അവർ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി പേഴ്സൺ തന്നെ ഇതായിട്ട് വരട്ടെ. ഓക്കെ, നിങ്ങൾ തൽക്കാലം വിട്ടേക്കാം. ഇതിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 111 ആയതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് വരും, മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റാർ കാർഡ് കണ്ടിരുന്നു, ഹോപ്പ് നമുക്കുണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പോൾ സിറ്റുവേഷൻ ശരിയല്ല. നിങ്ങൾ അതിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നത് നല്ലതാണ്. ഓക്കെ, സെക്കൻഡ് പൈൽ നമുക്ക് 222 ആയിരുന്നു അല്ലേ. ഓക്കെ, സെക്കൻഡ് പൈലിലേക്ക് പോകാം. നമുക്ക് 222 ചൂസ് ചെയ്തവർക്ക്. ഓക്കെ, ഫസ്റ്റ് പൈൽ ഞാൻ വല്ലാതൊരു ഐ ഹോപ്പ് സെക്കൻഡ് പൈലുകാർക്ക് കുറച്ചുകൂടി നല്ലൊരു മെസ്സേജ് വരാൻ പ്രാർത്ഥിക്കുന്നു. 222 ചൂസ് ചെയ്തവർക്ക് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ? ചാരിയറ്റ്. ഓക്കെ, 7 ഓഫ് പെന്റിക്കിൾസ്, the Fool,
ഹാങ്മാൻ, 6 of Pentacles. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ആക്ച്വലി റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് ഗ്രോ ചെയ്തെടുക്കണം, എങ്ങനെയെങ്കിലും വളരണം, ഇത് കുറച്ചുകൂടി ബെറ്റർ ആവണം എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ചാരിറ്റ് ആണ്, മൂവ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരാനുള്ള സാധ്യതയാണ്, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ടൊരു മൂവ്മെന്റ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഫുൾ കാർഡും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ട്രാവലിന്റെ കാര്യം കാണുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ദൂരെയാണെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചറിലേക്ക് അവർക്ക് മുന്നോട്ട് നല്ലൊരു ലൈഫ് വേണം. നിങ്ങൾ തമ്മിലൊരു റിസ്ക് എടുത്തിട്ടാണെങ്കിലും മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകണം എന്ന രീതിക്ക് അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ വേണം അവരുടെ ലൈഫിൽ എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ ഐ തിങ്ക് ലേശം സ്റ്റക്ക് സിറ്റുവേഷൻ, മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്ക് ആയിരിക്കാം. റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇത് 6 of Pentacles പറയുമ്പോൾ നമ്മൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന്റെ കാര്യമാണ് പറയാം. അതായത് നിങ്ങൾ അങ്ങോട്ട് എന്ത് കൊടുത്തു അത് നിങ്ങൾക്കും തിരിച്ച് കിട്ടും എന്ന രീതിയിൽ നിങ്ങൾക്ക് തിരിച്ച് തരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത കെയർ കാര്യങ്ങൾ എല്ലാം തിരിച്ച് നിങ്ങൾക്കും തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി സിമ്പിൾ റീഡിംഗ് ആണ്. ഗുഡ്. നിങ്ങളിപ്പോൾ ഗ്രോത്ത് ഇല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, അത് പറയാൻ മറന്നുപോയി. 7 of Pentacles പറയുമ്പോൾ നമ്മളൊരു ഗ്രോത്ത് ഇപ്പോൾ കാണുന്നില്ല എന്ന രീതിയിലാണ്. പക്ഷെ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ അതിന് എഫേർട്ട് ഇട്ട് മുന്നോട്ട് ശരിയാക്കണം എന്ന രീതിക്ക് ഗ്രോ ചെയ്യണം, ഈ റിലേഷൻഷിപ്പ് വളരണം, അതിൽ കുറച്ചുകൂടി ഫ്യൂച്ചർ വേണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ഏസ് ഓഫ് പെന്റക്കിൾസ്. യെസ്, ഇതാണ് എനിക്ക് തോന്നിയത്. ഓൾറെഡി അവർക്ക് കമ്മിറ്റ്മെന്റ് തരണം എന്ന് തന്നെയാണ്. അവർക്ക് കമ്മിറ്റ്മെന്റ് തരണം എന്നാണ്. പക്ഷെ അവരുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ സ്റ്റക്ക് സിറ്റുവേഷൻ കണ്ടിരുന്നു. മേ ബി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് മൂവ് ചെയ്യാത്തത് ഐ തിങ്ക് അവർക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവരുടെ ലൈഫിൻ്റെ. അവരുടെ ചില റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ അവർക്ക് ചെയ്യാനുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ വല്ല ഫൈനാൻഷ്യൽ ലോസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം ചിലവർക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അങ്ങനത്തെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ കമ്മിറ്റ്മെന്റ് തരാൻ മേ ബി ഇപ്പോൾ അവർ തയ്യാറായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ പക്ഷേ നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ മീറ്റ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ഈവൻ യാത്രയുടെ അഗെയിൻ 8 of Wands ഒരിക്കൽ കൂടി നമുക്ക് അതന്നെ പറയാം. യാത്ര അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് നടക്കും എന്ന് പറയാം. നിങ്ങളുടെ പേഴ്സൺ സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആക്കിയിട്ട് ഐ തിങ്ക് അവർക്ക് ലേശം പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അവരിപ്പോൾ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല റിലേഷൻഷിപ്പിൽ, പക്ഷെ വരുന്നുണ്ട്. മൂവ്മെന്റിന്റെ പല കാർഡ്സും നമ്മുടെ മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു കാർഡ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ മേ ബി ചില കാര്യങ്ങൾ ഹിഡൺ ആയിരിക്കാം. ഇപ്പോൾ അവർ നിങ്ങളോട് ഇതൊന്നും ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടാവില്ല. എനിക്ക് വേണം, ഇങ്ങനെ അങ്ങനെ ചെയ്യണം എന്നൊന്നും അവർ പറയുന്നുണ്ടാവില്ല. ഓക്കെ, മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അങ്ങനെയും പറയാം. പക്ഷേ ഇതിവിടെ ഒരു ഓപ്പൺ ആയിട്ടൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിലൊരു ഗ്രോത്തും നിങ്ങൾ തമ്മിൽ മുന്നോട്ട് നല്ലൊരു ഫ്യൂച്ചറായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. അവർ കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഈ റിലേഷൻഷിപ്പ് വളർത്തി അവർക്ക് ശരിക്കും ഗ്രോ ചെയ്ത് മുന്നോട്ട് ഒരു പോസിറ്റീവായിട്ട് കമ്മിറ്റ്മെന്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാരേജ് ആയിരിക്കാം ചിലവർക്ക്. അറ്റ്ലീസ്റ്റ് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് അവർ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നല്ല കുഴപ്പമില്ല. ഇവിടെ 2 to 2 ആക്ച്വലി ബാലൻസ്. യെസ്, ഓക്കെ, നമ്മൾ 6 of Pentacles ഇവിടെ നേരത്തെ കണ്ടത് ബാലൻസ് എന്ന് തന്നെ പറയാം നമുക്ക്. സോറി, കാണിക്കേണ്ട കാര്യമില്ല അല്ലേ. ഓക്കെ, 6 of Pentacles പറയുമ്പോൾ നമ്മൾ ബാലൻസ്, അതായത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതിനൊക്കെ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാം. ബാലൻസ് വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് പറയാം. ഓക്കെ, 2 to 2 നമ്പർ നമുക്ക് അത് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈവൻ ഒരു യൂണിയൻ എന്നും പറയാം നമുക്ക്. ഓക്കെ, ഇതിലും കൂടി നമുക്ക് നോക്കാം. ഈ ഡെക്കുന്ന കൂടി ഓക്കെ നോക്കാം. വായിക്കാം ഞാൻ കേട്ടോ, ഓരോന്നായിട്ട് വായിക്കാം. ഫോട്ടോഗ്രാഫ്. ഓക്കെ, ഇവിടെ അഗെയിൻ കാണുന്ന സെയിം കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ എൻഡിങ്ങോ ചെറിയ സെപ്പറേഷനോ ഒക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ അത് ഒരു പുതിയ ബിഗിനിങ് കൊണ്ടുവരാനുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വരും, പുതിയൊരു തുടക്കം വരും എന്ന രീതിക്ക് പറയാം നമുക്ക്. ഓക്കെ, എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുമെന്ന് പറയാം. ഓക്കെ, ടെൻഷൻ ആവണ്ട. എന്തെങ്കിലും നിങ്ങൾ തമ്മിലിപ്പോൾ സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ പേഴ്സൺ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നൊക്കെ. ആൻഡ് ഐ തിങ്ക് അവർ റണ്ണറായിരുന്നു ഇതുവരെ. ഐ തിങ്ക് മേ ബി നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് മാറി മാറി പോയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അത് തിരിയാൻ ഒരു സമയം
എന്ന് വെച്ചാൽ ഇതുവരെയുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, ഒരുപാട് നിങ്ങൾ ചേസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ പേഴ്സൺ റൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അവർ കമ്മിറ്റ്മെന്റ്, ഞാൻ പറഞ്ഞ കമ്മിറ്റ്മെന്റ് തരാൻ, ഒന്നുമില്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് തരാൻ പേടി, അല്ലെങ്കിൽ അവർ അതിനുള്ളൊരു സമയം, അവർക്ക് അതിനുള്ള സാഹചര്യം അല്ല എന്ന രീതിക്കും ആയിരിക്കാം. പക്ഷെ എന്തായാലും അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് കമ്മിറ്റ്മെന്റ് തരാതെ മാറി മാറി പോയിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ഇവിടെ ഒരു മാറ്റം വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ വന്ന് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ചേസ് ചെയ്യൽ നിർത്തുക, പക്ഷെ അത് നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾ ചേസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു അല്ലേ? നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കെയർ കാണിച്ചു, സ്നേഹം കൊടുത്തു, എല്ലാം ചെയ്തു, നിങ്ങൾ വെയിറ്റ് ചെയ്തു, എല്ലാം ചെയ്തു. ഓക്കെ, ഇനി അങ്ങോട്ട് നിങ്ങൾ പോവാതിരിക്കാം, ഇനി അവരിങ്ങോട്ട് വരട്ടെ. ഓക്കെ, ആൻഡ് ഹീലിംഗ് ഹാർട്ട്, യെസ്, ഹീലിംഗ് ഫ്രം ഹാർട്ട് ബ്രേക്ക്, ഫ്രീഡം ഫ്രം ടോക്സിക് റിലേഷൻഷിപ്പ് ഓർ അഡിക്ഷൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ഹീലാവുമെന്ന് പറയാം. നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ഇതുവരെ അത് നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നില്ലെങ്കിൽ, ഇതുവരെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്ര കമ്മിറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇനി അതിനൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഫിനിക്സ് ആണ്. സോ ഡെഫിനറ്റ്ലി ന്യൂ ഫേസ്, റീകിൻഡൽ, റിന്യൂ, ട്രാൻസ്ഫോർമേഷൻ, ഗ്രോത്ത്. നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു റിന്യൂവൽ, നല്ലൊരു ഗ്രോത്ത്, നിങ്ങൾ തമ്മിലൊരു മുന്നോട്ടൊരു ഫ്യൂച്ചർ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം. ഫിനിക്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, ചില എൻഡിങ് കഴിഞ്ഞ് നമ്മൾ ഒരു ബേർഡ് ഇങ്ങനെ ഇതായിട്ട് റീബർത്ത് ആയിട്ട് വരും എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കോഫിനും ഉണ്ട്, ഫിനിക്സും ഉണ്ട്. എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ തമ്മിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നൊന്ന് നിങ്ങൾ ബാക്ക് ആവാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് അവർ കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊന്ന് ബാക്കായി നിൽക്കാം, ഒന്ന് മാറിപ്പോവാം. ഓക്കെ, കുറച്ച് സമയം, അത് സമയം എത്ര എടുക്കും എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, വറി ചെയ്യരുത്. ആ പേഴ്സൺ വരും, അവർക്ക് ഫീലിങ്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോകുമ്പോൾ അവർ ഒരിക്കലും നിങ്ങളുടെ വാല്യൂ റിയലൈസ് ചെയ്യില്ല. നിങ്ങളൊന്ന് മാറി നിൽക്കുക, നിങ്ങളിത് വിട്ട് മാറി ഒന്ന് നിൽക്കുക. അവര് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളാണ് ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിട്ട് അത് നിർത്താൻ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക, അവരിങ്ങോട്ട് തിരിച്ചു വന്നോളും. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവർ മെസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട്, സീക്രട്ടായിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ അവരൊരു കമ്മിറ്റ്മെന്റ് തരാൻ ഇപ്പോൾ തയ്യാറായിരിക്കില്ല. പക്ഷെ അത് വരും, ആ മാറ്റം വരും എന്നാണ് കാണുന്നത്. ആൻഡ് ബാലൻസ് വരും നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബാലൻസിലൊക്കെ വരും. ഓക്കെ, 2-2 കാണുന്നവർക്ക് ഒരു യൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് 4-4-4ലേക്ക് പോവാം. ഓക്കെ, തേർഡ് പൈൽ, തേർഡ് പൈലിലേക്ക് പോകാം നമുക്ക്. ഇത് ഡെക്ക് നല്ലോണം ഷഫിൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. തേർഡ് പൈലുകാർക്ക് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്? 5 of Cups, Ace of Cups, Moon. ഓക്കെ, ഇവിടെ കാണുന്നത് സിറ്റുവേഷൻ ആക്ച്വലി നിങ്ങളൊരു ലോസ് ഫേസിലിരിക്കുന്ന കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം ഇത്. നിങ്ങളൊരു വിഷമത്തിലിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പോലെ. 4 of Cups ഉണ്ട്, 5 of Cups ഉണ്ട്. സോ ഐ തിങ്ക് നിങ്ങളിവിടെ ഒരു സെപ്പറേഷനിലായിരിക്കാം, നോ കോണ്ടാക്റ്റിലായിരിക്കാം ചിലവർ. ഏസ് ഓഫ് കപ്സും ഏസ് ഓഫ് സോൾസും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. നിങ്ങളുടെ പേഴ്സൺ മേ ബി നിങ്ങളുടെ പേഴ്സണോട് കമ്മിറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അവർ മാറിപ്പോയി, അല്ലെങ്കിൽ സെപ്പറേഷൻ വല്ലതും വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു നഷ്ടത്തിന്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആണോ വിഷമിച്ചിരിക്കുന്നത്? എനിക്കതാണ് അറിയാം. ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, അല്ല, ഐ തിങ്ക് നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്തു ഇവിടെ. ദാറ്റ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ആയിട്ടില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ പോലെ മേ ബി നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടാവാം ഇവിടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമ്മിറ്റ്മെന്റ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, കാരണം ഇതിൽ ഗ്രോത്ത് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മേ ബി പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഇല്ല, ഇവിടെ ഒരു പ്രോപ്പറായിട്ട് എനിക്ക് കമ്മിറ്റ്മെന്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണ് ഐ തിങ്ക് ആ ഒരു നഷ്ടത്തിന്റെ ഫീലിംഗിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. ആൻഡ് ഇവിടെ 4 of Cups ഉണ്ട്, 5 of Cups, 4 of Cups. അവർ ഇപ്പം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്.
ഓക്കെ, അവർ ഇമോഷണൽ ആയിട്ടിരിക്കുന്ന പോലെയാണ്, നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ ആയിട്ടിരിക്കുന്നുണ്ട്. അവർ റിലേഷൻഷിപ്പിനെ ഒരു കമ്മിറ്റ്മെന്റ് ലെവലിലേക്ക് അവർ കൊണ്ടുവന്നില്ല. ഓക്കെ, പക്ഷേ ഇനി ഐ തിങ്ക് നിങ്ങൾ സ്റ്റാൻഡ് എടുത്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്തു നിങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഇനി ഇവിടെ കാണുന്നത് ഏസ് ഓഫ് സോഡ്സും ഏസ് ഓഫ് കപ്സും ആണ്. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ അവരെടുക്കും എന്ന രീതിക്കും പറയാം. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആക്ഷൻ എടുത്ത് ഇവിടെ ചിലപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിപ്പോയത്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. സിറ്റുവേഷനിൽ ഇനി എന്തായിരിക്കും എന്ന് നോക്കാം, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, 6 അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഒരുപാട് വിഷമമുണ്ട് അവർക്ക് ശരിക്കും വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളോട് ഇതുവരെ പ്രോപ്പറായിട്ട് ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്ത് ശരിക്കും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഇനി അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ അവർക്ക് വിഷമമുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമ്പോൾ 4 of Cups 5 of Cups ഒക്കെ പറയുന്നത് അവർക്ക് ആ നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും അത് അവരെ ഇമോഷണൽ ആക്കുന്നുണ്ട്. ഇപ്പോൾ അവരെ വല്ലാതെ ഇമോഷണൽ ആക്കുന്നുണ്ട്. അവർക്ക് വിഷമങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അവർക്ക് ശരിക്കും നിങ്ങളായിരിക്കാം വിട്ട് മാറിപ്പോയത്, നിങ്ങളായിരിക്കാം കട്ട് ഓഫ് ചെയ്തത്. അവരെ നിങ്ങൾ തമ്മിൽ ശരിക്കും വളരെയധികം സ്നേഹമൊക്കെ തന്നെയായിരുന്നു. ബട്ട് ഐ തിങ്ക് നിങ്ങൾ ആ കമ്മിറ്റ്മെന്റ് ലെവൽ കിട്ടാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ മാറിപ്പോകാൻ തീരുമാനിച്ചത്. ഓക്കെ, പക്ഷെ ഇനി അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളെ അവർ ചൂസ് ചെയ്യും എന്ന രീതിക്കുണ്ട്. 10 of Cups 6 of Cups നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. ഓക്കെ, ഇവിടെ ഹൈറോഫന്റ് ഉള്ളതുകൊണ്ട് ഒരു ഡൗട്ട് എനിക്ക്, നിങ്ങൾ തന്നെ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് കപ്പിളായിരിക്കാം, ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. അപ്പം നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് വീണ്ടും ആ ഒരു ഫാമിലി എന്ന രീതിക്ക് വേണം എന്നും അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി അവർ അതായത് ഒരു കറക്റ്റായിട്ട് ഇതുവരെ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളോട് ഇതുവരെ ഒരു ന്യായമായത് ചെയ്തിട്ടില്ലെങ്കിൽ മേ ബി നിങ്ങളായിരിക്കാം തീരുമാനിച്ചില്ലേ അത് നമുക്ക് എൻഡ് ചെയ്യാം എന്ന രീതിയിൽ. ഓക്കെ, പക്ഷെ ഇപ്പോൾ അവർ തിരിച്ച് നിങ്ങളുമായിട്ട് ഒരു വീണ്ടും സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും അവർക്ക് ആ ഫാമിലി പോലെ നിങ്ങൾ വേണം, ഫാമിലി ആയിട്ട് നിങ്ങളെ വേണം. ഏസ് ഓഫ് കപ്സ് അവർക്ക് ഇപ്പോൾ ഫീലിങ്സ് ശരിക്കും നിങ്ങളോട് ഇപ്പോൾ ഉള്ളത് അവർ തന്നെ റിയലൈസ് ചെയ്യണം നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത്. അവർ ഐ തിങ്ക് നിങ്ങളാണ് വിട്ട് പോയത് ഇവിടെ, നിങ്ങൾ അവരെ കട്ട് ഓഫ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ആ നഷ്ടം ഫീലിംഗ് ഇപ്പം വല്ലാതെ അവർ വിഷമിപ്പിക്കുന്നുണ്ട്. അവർ തിരിച്ച് നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി എന്ന രീതിയിൽ വേണം എന്നാണ്. മാരേജ് ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഫാമിലി ആയിട്ട് വീണ്ടും വേണം എന്നുണ്ട്. അല്ലെങ്കിൽ മാരീഡ് അല്ലെങ്കിൽ ഇനി അവർ മാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും പറയാം. ഫാമിലി ആയിട്ട് നിങ്ങളെ കൂടെ വേണമെന്ന്. യെസ്, ക്വീൻ ഓഫ് വൺസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഐ തിങ്ക് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു പവറിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു പവറിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളൊന്നും ഇപ്പോൾ ബോധേഡ് അല്ല. ഈവൻ മാരീഡ് ആയാലും അല്ലെങ്കിലും ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോവോ, നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിൽ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, അവരെത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരാനും ആക്ഷൻ എടുക്കും അവർ. പേജ് ഓഫ് കപ്സ്. യെസ്, അവർ എത്രയും വേഗം ആക്ഷൻ എടുത്ത് അവർ വരും. ഓക്കെ, ഇവിടുത്തെ സിറ്റുവേഷനിൽ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ട് മാറുക എന്തെങ്കിലും ചെയ്ത് കാണാം. അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്ത് കാണാം, ദറ്റ് ഇനി എനിക്ക് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് കാണാം. അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ആക്ച്വലി 4 പറയുമ്പോൾ നമ്മൾ ഏഞ്ചൽ പ്രൊട്ടക്ഷൻ എന്ന് പറയും അല്ലേ. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ശരിക്കും ഇവിടെ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്ത് നിങ്ങൾ വിട്ടുപോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അത് അവിടെ ആവശ്യമാണ് എന്ന രീതിക്കാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കണക്ഷനെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയേണ്ടത് അവിടെ പറഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോൾ. അത് നല്ല ഇനായിരിക്കും എന്ന രീതിക്ക് നമുക്ക് കണക്കാക്കാം. ലെറ്റ്സ് സീ. ഇതിൽ നോടി മെസ്സേജസ് നോക്കാം. ട്വിൻ ഫ്ലെയിംസ്, അബൻഡൻസ്, ഫിനിക്സ്, മിറർ. പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ്. ഓക്കെ, എത്രയും വേഗം തിരിച്ചു വരും. നിങ്ങൾ തമ്മിൽ ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം ചിലവർക്ക് ഇവിടെ. ഇൻ ആൻഡ് യാങ് എന്ന് പറയും. അതായത് അവർക്ക് നിങ്ങളില്ലാതെ അവർക്കും പറ്റില്ല, അവരില്ലാതെ നിങ്ങൾക്കും പറ്റില്ല ശരിക്കും. ഓക്കെ, പക്ഷേ ചില സമയത്ത് നമ്മൾ എന്നാലും സ്റ്റാൻഡ് എടുക്കേണ്ട അവിടെ നമ്മൾ എടുക്കുകയും വേണം. ഓക്കെ, അവർക്കും കൂടി അത് റിയലൈസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, പോസിറ്റീവ് മൈൻഡോടെ നിങ്ങൾ വേണ്ടത് ചെയ്യുക. അതായത് നിങ്ങളുടെ അബൻഡൻസിലേക്ക് കോൺസെൻട്രേറ്റ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അബൻഡൻസിന് വേണ്ടി നിങ്ങളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക, പോസിറ്റീവായിട്ട് കൊണ്ടുപോവുക.
നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഇത് വീണ്ടും റിന്യൂ ആവും. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വിട്ടുമാറി നിങ്ങളായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിലും ശരി, ടെൻഷനെ അടിക്കണ്ട. ഈ പേഴ്സൺ തിരിച്ചു വരും തീർച്ചയായിട്ടും. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഗ്രോത്ത്, റിലേഷൻഷിപ്പ് ബെറ്റർ ആവും ആക്ച്വലി. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഇത് ബെറ്റർ ആവാനുള്ള ചാൻസ് ആണ്. ആൻഡ് മിറർ ഉണ്ട്, മിററിങ് ഈച്ച് അതർ. ശരിക്കും നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്, അതായത് എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അതാണ് മറ്റേ ആൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറയും. അത് മിററിങ്ങിനെ കുറിച്ച് ഇനി വേറെ ദിവസം ഞാൻ സംസാരിക്കാം. ഓക്കെ, ലവ് കോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ കോൾ എക്സ്പെക്ട് ചെയ്യാം, മെസ്സേജ് എക്സ്പെക്ട് ചെയ്യാം. അവർ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ വിട്ടുമാറി നിൽക്കുന്നുണ്ടെങ്കിൽ യെസ്, അത് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു സ്റ്റാൻഡ് നിങ്ങൾ എടുക്കണം, അത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാം, എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അവനവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഇത് തിരിച്ചറിയും. ഓക്കെ, അവർക്കും നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കും. ഓക്കെ, നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക, നിങ്ങൾ അവൻ്റെ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഇത് പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ഓൾറെഡി ലോങ് റീഡിങ് ആയി. ഓക്കെ, അപ്പം ഇനി നമുക്ക് 4th പൈലിലേക്ക് പോവാം. 555 ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3rd പൈലിന്. ഓക്കെ, 4th പൈൽ 555 നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം എന്താണ്, റിലേഷൻഷിപ്പ് ഇപ്പം എന്താണ്? നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം എന്താണ് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ Ace of Wands, King of Swords, 3 of Pentacles, Emperor, Queen of Wands. ഇവിടെ oh wow, awesome. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു എന്നാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടാവാം. കിങ് ഓഫ് സോഡ്സ് എനർജി ഉണ്ട്. മേ ബി നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം പ്രശ്നം എന്തെങ്കിലും വന്നിട്ടുണ്ടാവാം. ഇവിടെ മേ ബി അവർ അല്പം ഈഗോയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളോട്. പക്ഷെ ഇവിടെ നിങ്ങളുടെ എനർജി പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. ഓക്കെ, നിങ്ങൾ കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് എല്ലാം. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. എന്താണ് നടക്കുന്നത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സംഭവിച്ചോട്ടെ എന്ന രീതിയിൽ. ആക്ച്വലി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മാറ്റം വരുന്നത് അവിടെ. ഓക്കെ, നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ഐ തിങ്ക് ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ പേഴ്സണോടും വളരെയധികം സ്നേഹമുണ്ട്. പക്ഷേ ഐ തിങ്ക് നിങ്ങൾ അവനവനെയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഐ തിങ്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ പറ്റുന്നത് യൂണിവേഴ്സിനോട്. ഓക്കെ, യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുമ്പോൾ ഇവിടെ 3 കാർഡാണ് നിങ്ങൾക്ക് ജസ്റ്റിസിന്റെ കാര്യം പറയുന്നത്. ടെമ്പറൻസ്, ജസ്റ്റിസ്, ജഡ്ജ്മെന്റ്. യൂണിവേഴ്സ് ആയിട്ട് ഇവിടെ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ്. അതായത് നിങ്ങളുമായിട്ട് മുന്നോട്ട് അവർക്കൊരു ലൈഫ് വേണം എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവർ മുന്നോട്ട് ഇതിനെ സിറ്റുവേഷൻ നിങ്ങൾ തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കണം എന്നവർക്ക് ആക്ച്വലി അവർക്ക് എവിടെയോ ചില അണ്ടർസ്റ്റാൻഡിങ് യൂണിവേഴ്സായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ് അവരുടെ ലൈഫിൽ എന്നുള്ളത്. ഓക്കെ, അവർ ലേശം ഈഗോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഈഗോ കൊണ്ട് പക്ഷെ മേ ബി നിങ്ങൾ തമ്മിലൊരു ചെറിയ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ദാറ്റ് നിങ്ങൾ എന്താണ് അവരുടെ ലൈഫിൽ എന്നുള്ളത്. നൈറ്റ് ഓഫ് കപ്സ് സെയിം. ഓക്കെ, 6 of Swords, ഗുഡ്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് അവർ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും. ഓക്കെ, തടസ്സം ആരെങ്കിലും ഉണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഓക്കെ, തേർഡ് പാർട്ടി ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവാം. സിറ്റുവേഷൻ അതിവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യണോ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യണോ എന്ന് വേണമെങ്കിൽ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ എനിക്ക് കാണുന്നവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. സോ നിങ്ങളുടെ ഹെർമിറ്റ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷനോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു നല്ല കാര്യമാണ്. യൂണിവേഴ്സ് അവർക്ക് ഒരു ഐ തിങ്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെ ലൈഫിൽ ആരാണ് അവരെ കെയർ ചെയ്യുന്നത്, ആരാണ് അവരോട് സ്നേഹത്തോടെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം ഐ തിങ്ക് യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ചില ജഡ്ജ്മെന്റ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതായത് അവരുടെ ലൈഫിൽ ചില അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് വരാൻ. ഓക്കെ, അവർ ചില കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അതായത് നിങ്ങൾ തമ്മിൽ എന്താണ് എന്നുള്ളത്, നിങ്ങൾ അവരുടെ ലൈഫിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത്. അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരുന്നു,
നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു ഫാമിലി പോലെ വേണം എന്നാണ്. ഫാമിലിയുടെ മുമ്പിൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറയുമായിരിക്കും ദാറ്റ് നിങ്ങളെ വേണം എന്നുള്ളത്. ഓക്കെ, ശരിക്കും പ്രോപ്പറായിട്ടൊരു മാരേജ് എന്ന രീതിക്ക് തന്നെ അവർ, എനിക്ക് അങ്ങനെയാണ് കാണുന്നത്. ഒരു സെക്കൻഡ്. അവർക്ക് നിങ്ങളെ വേണമെന്ന് തന്നെയാണ്, കമ്മിറ്റ്മെന്റ് തരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം, നിങ്ങളെ ഫാമിലി ആയിട്ട് വേണം. അതിനുവേണ്ടി അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അതിനവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന്. ചിലവർക്ക് ഫാമിലിയോടൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ ശരിക്കും സ്വീകരിക്കാൻ തന്നെയാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, ചില സിറ്റുവേഷൻ ഇടയിൽ വന്നിട്ടുണ്ട് ഇല്ലാന്ന് തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ഫാമിലി എതിർത്താൽ പോലും അവിടെയും അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ ഇതൊരു നല്ല റിലേഷനാണ് ഇവിടെ. ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട, അത് മാറി വരും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം എന്ന രീതിക്ക് കാണുന്നുണ്ട്. ആക്ച്വലി അത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്നതാണ്. അവിടെ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരുന്നത് യൂണിവേഴ്സാണ്. യൂണിവേഴ്സ് ചില കാര്യങ്ങൾ നിങ്ങൾ പേഴ്സണിന് മനസ്സിലാക്കി കൊടുക്കും എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഗൈഡിലൂടെ നോക്കാം. ഗോൾഡൻ മിറർ ആൻഡ് ടോക്കിംഗ് ഉണ്ട്. സോൾമേറ്റ്സ്, ഹെൽത്തി ചോയ്സസ്, സോൾമേറ്റും ട്വിൻ ഫ്ലെയിമും രണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട് ഇവിടെ. സോൾമേറ്റ് ആൻഡ് ട്വിൻ ഫ്ലെയിം രണ്ടും ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു അവർ കുറച്ച് ഈഗോ കാരണം, ഓക്കെ, അവർ സെൽഫ് അബ്സോർബ്ഡ് ആയിരുന്നു. അവരവരെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അതായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ വരാൻ റീസൺ. ഓക്കെ, പക്ഷെ ഇപ്പോൾ അവർ മനസ്സിലാക്കിയിട്ട് ഒരു ടോക്കിംഗ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ നിങ്ങളോട് സംസാരിച്ച് കാര്യങ്ങളെ ബെറ്റർ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്ന രീതിയിലാണ്. ഓക്കെ, മെസ്സേജ് വരും എന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സംസാരം, ഒരു കോൺവെർസേഷൻ അവിടെ ആവശ്യമുണ്ട്. ഓക്കെ, ക്ലിയർ ആക്കാനുണ്ട് ചില കാര്യങ്ങൾ. നിങ്ങളുടെ പേഴ്സൺ ഹെൽത്തി ചോയ്സസ് എടുക്കും. അതായത് അവർ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് ആവാം, പാർട്ട്ണർഷിപ്പ്. ഐ തിങ്ക് ഇത് വളരെ സ്ട്രോങ് കണക്ഷനാണ് നിങ്ങളുടെ. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന് അവർ കുറച്ച് ഈഗോ ഒക്കെ വെച്ച ശേഷം അവർ അവനവനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവർ നിങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കുമെന്ന് പറയാം. ഓക്കെ, ആക്ച്വലി മാരേജ് ഓപ്ഷൻസ് ആണ്, മെനി ഓപ്ഷൻ ഡിസിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചിലപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, ചിലവർക്ക് ഒരു തേർഡ് പാർട്ടിയും വന്നിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ വെറും ഒരു ആ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവർക്കൊരു ലെസൺ ആയിരുന്നു. ഓക്കെ, സ്ട്രിങ് അലോങ്, വൺ നൈറ്റ് സ്റ്റാൻഡ്. ഇത് ആ പേഴ്സന്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി വന്ന് അവർക്ക് ചില ലെസൺ പഠിപ്പിച്ചു എന്ന രീതിക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്. യൂണിവേഴ്സ് അവിടെ ചില ലെസൺസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും തിരിച്ച്. ഓക്കെ, ആക്ച്വലി അവർ വരാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എന്നാണ് കാണുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഏത് ലെവലാണെന്ന് അറിയില്ല. അതിനനുസരിച്ചിട്ട് അവർ ഒന്നുമില്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട്. ഓൾറെഡി തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട്, നിങ്ങളെ ചൂസ് ചെയ്യും എന്ന് പറയാം. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, സോ ഇത് ഫോർത്ത് പൈൽ നമുക്ക് അങ്ങനെയാണ് കിട്ടിയത്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. വളരെ ലോങ് റീഡിങ് ആയി, ഞാൻ ടയർഡായി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.